ശവം എടുക്കാമോ? മരിച്ച കിളവെ വിചാരിച്ചു മാത്രമാണ് ഞങ്ങൾ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മേലാൽ ഷേണായെയും കുടുംബത്തെയും ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹത്തിൽ കൂട്ടുകയില്ല. അല്ലെങ്കിൽ ഷേണായുടെ മകൾ ഒരു അന്യജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയതിന് പ്രായശ്ചിത്തം ചെയ്യണം. തന്റെ മകളെ പരിഹരിച്ച് പിണ്ടം വയ്ക്കണം. കടശ്രാദ്ധം നടത്തണം. സമുദായം തീരുമാനിക്കും പോലെ. ശവമെടുക്കാം. എന്തിനാണ് രുക്മ നീ ദുഃഖിക്കുന്നത്? വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോ വിവരവും സ്നേഹമുള്ള മാതാപിതാക്കൾ നമ്മെ അനുഗ്രഹിക്കും. നമ്മൾ ശാകുന്തളം പഠിച്ചിട്ടില്ലേ? ശകുന്തള അച്ഛന്റെ അനുവാദം കൂടാതെ ദുഷ്യന്തനെ സ്വീകരിച്ചു. കണ്ണവൻ അനുഗ്രഹിച്ചതേ ഉള്ളൂ. രുക്മ, ഒന്നുകൊണ്ട് നീ ഭയപ്പെടണ്ട. കുറച്ച് രൂപ ഞാൻ കരുതിയിട്ടുണ്ട്. ഉടനെ ഒരു കൊച്ചു വീടെടുക്കും. ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ വിവാഹം നടത്തും. അതിനുശേഷം മാത്രമേ നമ്മൾ ഭാര്യാഭർത്താക്കന്മാരെ ജീവിക്കൂ. എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഒപ്പം പുറപ്പെടുവോ? ഇതാണ് നമ്മുടെ വാടക വീട്. നമ്മളിവിടെ ഒരു സംതൃപ്ത കുടുംബം ഉണ്ടാക്കാൻ പോകുന്നു. വീട് മാത്രം മതിയോ? ഭാര്യയുടെ ഉത്കണ്ഠ ന്യായം. ചുരുങ്ങിയ നിലയിൽ സുഖമായി ജീവിക്കാനുള്ള ചുറ്റുപാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു മാനേജ്മെന്റ് സ്കൂളിൽ സംസ്കൃത അധ്യാപകനായിട്ട് ജോലിയും കിട്ടി. പോരെ? ധാരാളം. വലതുകാലം വെച്ച് കയറിക്കോളൂ. ഇത് നമ്മുടെ സ്വീകരണ മുറി. എങ്ങനെ? ഭക്ഷണമുറിയും ഗസ്റ്റ് റൂമും കൂടിയാണ്. കൊള്ളാം. കൊള്ളാം. എന്റെ സ്നേഹിതന്മാരെ സംഘടിപ്പിച്ചാണ് ഇതൊക്കെ. വാ. ഇതാണ് നമ്മുടെ കിടപ്പുമുറി. കട്ടില് ചെറുതാണ്. ഞാൻ നിലത്ത് കിടന്നാ ശീലിച്ചത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കട്ടിലിൽ തന്നെ കിടക്കണം. അല്പം മുട്ടി ഒരുമി കിടക്കേണ്ടി വരും. ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നു. ഹോട്ടലിലെ വീതി കൂടിയ കിടക്കയിലേക്ക് ഞാൻ ക്ഷണിച്ചില്ല. ഇതെന്റെ ന്യായമായ അവകാശമാണ്. തന്നെയുമല്ല, എന്റെ ക്ഷമ നശിച്ചു. ഊണ് കഴിക്കാം. നിലത്തിരുന്ന് തന്നെ ഉണ്ടണമെന്നാണോ? ഇന്ന് ആദ്യ ദിവസമല്ലേ? ആദ്യമായി ഞാൻ വിളമ്പുകയല്ലേ? ശരി, അപ്പൊ ബ്രാഹ്മണ മുറയെ തന്നെ ആയിക്കളെ. ഒരു ലൗഡ വേണം.
ആദ്യ ദിവസം ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് ഉണ്ണണമെന്നാണ് ഞങ്ങളുടെ മുറ. ഭർത്താവ് ഉണ്ട് കഴിഞ്ഞ് ആ ഇലയിൽ ഉണ്ണുന്നതാണ് ഞങ്ങളുടെ മുറ. ബ്രാഹ്മണ മുറിയൊന്നും ഇവിടെ പറ്റില്ല. രുക്മയും കൂടെ അങ്ങോട്ട് ഇരിക്കൂ. ഇതാരാ ഉമ്മേ? ജാനി ചേച്ചി അടുത്ത വീട്ടിലെയാണ്. ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല, ബന്ധുക്കളുമായി. നിശ്ചയമായിട്ടും ചേച്ചിയാണ് പാചകത്തിന് എന്നെ സഹായിച്ചത്. നിലത്തിരുന്ന് ഇലയിൽ ഉണ്ണണമെന്ന ഏർപ്പാട് ചേച്ചിയുടേതാണ്. എങ്കിൽ ഇരിക്കൂ, ചേച്ചി വിളമ്പി തരും. ഇരിക്കൂ. ആദ്യം മധുരം കഴിക്കണം. ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ. ആഹാ. ജാനേ ചേച്ചി, ഈ വീടൊന്ന് നോക്കണം. ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തു പോകും. എവിടെയാ? അവിടെ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാൻ. എന്താ റെഡിയല്ലേ? വീടിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഒറ്റ ദുഃഖം മാത്രമേ എനിക്കുള്ളൂ ചേച്ചി. രുക്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഇപ്പൊ 2 വർഷമായില്ലേ? അവരതെല്ലാം മറന്നു കാണും. ഇനി ഒന്ന് പോകണം. അടുത്ത സ്കൂൾ അവധിക്ക് നാട്ടിലൊന്ന് പോകാമെന്ന് രഘുവേട്ടൻ പറഞ്ഞു. അവര് ഞങ്ങളോട് എങ്ങനെ പെരുമാറുമോ എന്തോ. ഡോക്ടറെ കണ്ടോ? കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞാണ് ചേച്ചി? രുക്മയ്ക്ക് എന്താണ് അസുഖം? അസുഖമല്ല, സുഖമാ. സുഖമോ? കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും കുട്ടികളില്ലല്ലോ എന്ന ദുഃഖമായിരുന്നല്ലോ 2 പേർക്കും. ആ ദുഃഖം മാറി. അതാണ് സുഖം. ഓ, അത് ശരി. ജാനേ ചേച്ചി ഞങ്ങൾക്ക് 2 പേർക്കും പായസം തരണം. അത് ഞാനേറ്റു. രുക്മ, പ്രയാഗ, നീ എവിടെ? കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വന്നു. കുഞ്ഞ് എന്റെ മോൻ. മോനെ, എന്റെ കുട്ടിയെ നീ തൊട്ടമാക്കരുത്. അത് ബ്രാഹ്മണ കുട്ടിയാണ്, നിന്റെ പോലല്ല. നിന്നെ പടിയെടുത്ത് പിണ്ടം വെച്ച കാര്യം നിനക്കറിയാമോ? നീ മുഖാന്തരമാണ് ആ ബപ്പമ്മ മരിച്ചത്. ബപ്പമ്മ മരിച്ചോ? നീ വരൂ.